വർണ്ണവിവേചനത്തിന്റെ കറുത്ത അധ്യായങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് സൗത്ത് ആഫ്രിക്ക. പതിറ്റാണ്ടുകളോളം മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയുടെ പോരാട്ടത്തിനൊടുവിൽ 1994 ജനാധിപത്യത്തിന്റെ പുതുവെളിച്ചമുദിച്ചു. ആ പോരാട്ടത്തിന്റെ പ്രതീകമായ നെൽസൺ മണ്ടേലയുടെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്ന നഗരമാണ് കേപ്പ് ടൗൺ. ചരിത്രവും സംസ്കാരവും പ്രകൃതി ഭംഗിയും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ നഗരം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. ഒരു കാലത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ലോകശ്രദ്ധ നേടിയ ഈ നഗരം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. വെള്ളക്കാരും കറുത്ത വർഗക്കാരും മലായ് വംശജരും ഇന്ത്യക്കാരും ഉൾപ്പെടെ വിവിധ സമൂഹങ്ങൾ ഇവിടെ ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രതീരവും ലോകപ്രശസ്തമായ ടേബിൾ മൗണ്ടനും മനോഹരമായ തീരപ്രദേശങ്ങളും ചേർന്ന് ഈ നഗരത്തെ അതിമനോഹരമാക്കുന്നു. കടലിലൂടെയുള്ള ബോട്ട് ക്രൂസും ടേബിൾ മൗണ്ടനിലേക്കുള്ള കേബിൾ കാർ യാത്രയും ട്രെക്കിങ്ങും വന്യജീവി കാഴ്ചകളും ഉൾപ്പെടെ നിരവധി അനുഭവങ്ങൾ ഇവിടെ വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നു. പോകാം കേപ്പ് ടൗണിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് കേപ്പ് ടൗൺ നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർ ഫ്രണ്ട്, തുടർന്ന് ഡൗൺ ടൗൺ, അടുത്തതായി റോബൻ ഐലൻഡ്, പിന്നെ ക്യാംപ്സ് ബേ ബീച്ച്, തുടർന്ന് ടേബിൾ മൗണ്ടൻ, അടുത്തതായി സീൽ ഐലൻഡ്, അവിടെ നിന്നും സൈമൺസ് ടൗൺ, അവസാനമായി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആൻഡ് കേപ്പ് പോയിന്റ്. VA എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർ ഫ്രണ്ടിൽ നിന്നും ഈ യാത്ര ആരംഭിക്കാം. കേപ്പ് ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് സെന്ററാണിവിടം. തദ്ദേശീയരും ടൂറിസ്റ്റുകളുമെല്ലാം ഒരുപോലെ എത്തിച്ചേരുന്ന ഇടം. VA വാട്ടർ ഫ്രണ്ട് ഏരിയയുടെ ഓരോ കോണും അതിഗംഭീരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മികച്ച കാഴ്ച അനുഭവം തന്നെയാണ് ഇവിടം. വിക്ടോറിയ വാർഫ് എന്ന മാൾ കടന്നു വേണം പ്രൊമനേഡിലേക്ക് എത്താൻ. എല്ലാവിധ ഉൽപ്പന്നങ്ങളിൽ ലഭിക്കുന്ന അത്യാധുനിക മാളാണ് വിക്ടോറിയ വാർഫ്. വിനോദസഞ്ചാരികളെ കൂടാതെ നഗരവാസികളും ഇവിടെ ഷോപ്പിംഗിനെത്തുന്നുണ്ട്. ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് നിരവധി സുവനീർ ഷോപ്പുകളും മാളിൽ പ്രവർത്തിച്ചു വരുന്നു. സൗത്ത് ആഫ്രിക്കൻ ഗോത്ര ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന നാടൻ കരകൗശല വസ്തുക്കൾ വരെ ഇവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങാനാകും. റെസ്റ്റോറന്റുകളാണ് മാളിലെ മറ്റൊരാകർഷണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ വരെ ഭക്ഷണശാലകളിൽ ആസ്വദിക്കാനാകും. നാം മാൾ കടന്നു ചെല്ലുന്നത് ഒരു അത്ഭുത ലോകത്തേക്കാണ്. അതിഗംഭീരമായി ഒരുക്കി വെച്ചിട്ടുള്ള വാട്ടർ ഫ്രണ്ട് ഏരിയ, ദൃശ്യപ്പൊലിമ കൊണ്ടും ആംബിയൻസ് കൊണ്ടും സന്ദർശകരുടെ മനം കവരുന്ന ഇടം. മാനസിക ഉല്ലാസത്തിന് വേണ്ടതെല്ലാം വാട്ടർ ഫ്രണ്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മോഡേൺ ഡിസൈനിലുള്ള പലതരം നിർമ്മിതികൾ, ബോർഡ് വാക്ക്, നിരന്നു കിടക്കുന്ന വ്യത്യസ്തമായ ജലയാനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാഴ്ചകളാകുന്നു.
ബോട്ട് ക്രൂസ്, ഹെലികോപ്റ്റർ റൈഡ് എന്നിവയ്ക്കുള്ള ടിക്കറ്റുകൾ തീരത്തെ ടൂറിസ്റ്റ് സെന്ററുകളിൽ ലഭിക്കും. വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർഫ്രണ്ടിൽ എപ്പോഴും ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ടാകും. എന്നാൽ വൈകുന്നേരങ്ങളിലാണ് ടൂറിസ്റ്റുകൾ കൂടുതലായി ഒത്തുകൂടുന്നത്. രാത്രിയിൽ ലൈറ്റുകൾ തെളിയുന്നതോടെ വാട്ടർഫ്രണ്ടിന്റെ പരിസരം ആഘോഷവേദി പോലെ ആവുകയും ചെയ്യും. ഇനി നമുക്ക് കേപ്പ് ടൗൺ ഡൗൺ ടൗണിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഒരു യൂറോപ്യൻ നഗരത്തിന്റെ രൂപഭാവങ്ങളോട് കൂടിയ പ്രദേശം. വൃത്തിയും രൂപകൽപ്പനയും റോഡിലെ അച്ചടക്കവുമെല്ലാം വളരെ പുരോഗമനാത്മകമായ സമൂഹത്തിന്റെ സൂചനകളാകുന്നു. ആധുനിക ഡിസൈനിലുള്ള മന്ദിരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഡൗൺ ടൗണിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുന്നത് രസകരമായ അനുഭവമാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവും സാംസ്കാരിക സവിശേഷതകളും യാത്രക്കിടയിൽ നിരീക്ഷിക്കാനുമാകും. നഗരത്തിൽ നാം സന്ദർശിക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷനാണ് ബോ കാപ്പ് നെയ്ബർഹുഡ്. കൊളോണിയൽ കാലത്ത് അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന മലയ വംശക്കാർ താമസിച്ചിരുന്ന ഇടമാണിത്. രാജ്യം സ്വതന്ത്രമാകും വരെ വീട് സ്വന്തമായി വാങ്ങാൻ ഇവർക്ക് അവകാശമില്ലായിരുന്നു. പിന്നീട് അവകാശം ലഭിച്ചപ്പോൾ മനോഹരമായ നിറങ്ങൾ അവർ വീടുകൾക്ക് നൽകി. ബോ കാപ്പ് നെയ്ബർഹുഡിലെ വീടുകളുടെ വ്യത്യസ്തമായ നിറങ്ങൾക്ക് കാരണം ഈ ചരിത്രമാണ്. ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരടക്കം താമസിക്കുന്ന ഈ പ്രദേശത്ത് വിവിധ സംസ്കാരങ്ങളുടെ മിശ്രണം കാണാനാകും. നിരവധി മ്യൂസിയങ്ങളും ഡൗൺ ടൗൺ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, അപ്പാർത്തൈഡ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് 6 മ്യൂസിയം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇതുകൂടാതെ ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ, നൈറ്റ് ലൈഫ് സെന്ററുകൾ, മാളുകൾ എന്നിവയും ഡൗൺ ടൗൺ മേഖലയിലുണ്ട്. ബി സ്ട്രീറ്റും ലോങ് സ്ട്രീറ്റുമാണ് കേപ്പ് ടൗണിലെ പ്രധാന നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ. ഈ പാതകളിൽ ധാരാളം റെസ്റ്റോറന്റുകളും പബ്ബുകളും ഫുഡ് സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ട്. രാത്രിയാകുന്നതോടെ ഇവിടേക്ക് സന്ദർശകർ കൂടുതലായി എത്തിത്തുടങ്ങും. ഭക്ഷണവും ആഘോഷവുമെല്ലാമായി രാത്രി വൈകുവോളം സ്ട്രീറ്റുകൾ സജീവമായിരിക്കുകയും ചെയ്യും. ഡൗൺ ടൗൺ ചുറ്റിക്കാണാൻ ഇപ്പോൾ ബസ് ടൂറുകളും കേപ്പ് ടൗണിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസിന്റെ ഓപ്പൺ എയർ അപ്പർ ഡെക്കിലിരുന്ന് നഗര കാഴ്ചകൾ വിശദമായി ആസ്വദിക്കാനാകും. അടുത്തതായി റോബൻ ഐലൻഡ് എന്ന ചരിത്രപ്രസിദ്ധമായ ദ്വീപിലേക്ക് പോകാം. നെൽസൺ മണ്ടേല ഉൾപ്പെടെ നിരവധി സൗത്ത് ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര പോരാളികളെ വർഷങ്ങളോളം തടവിൽ പാർപ്പിച്ചിരുന്ന ദ്വീപ്. V&A വാട്ടർഫ്രണ്ടിലെ നെൽസൺ മണ്ടേല ഗേറ്റ്വേയിൽ നിന്നാണ് റോബൻ ഐലൻഡിലേക്കുള്ള ഫെറി സർവീസ് നടത്തുന്നത്. സന്ദർശന ടിക്കറ്റുകളും ഇവിടെ നിന്ന് ലഭിക്കും. സ്വാതന്ത്ര്യ സമരകാലത്തെ ഓർമ്മിപ്പിക്കുന്ന സ്മാരകമാണ് ഇന്ന് റോബൻ ഐലൻഡ്. തടവുകാരെ പാർപ്പിച്ചിരുന്ന സെല്ലുകൾ, മൃഗീയമായ ശിക്ഷാരീതികൾ നടപ്പിലാക്കിയിരുന്ന സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. മാക്സിമം സെക്യൂരിറ്റി പ്രിസൺ എന്നായിരുന്നു ഈ സെല്ലുകളുടെ കോംപ്ലക്സ് അറിയപ്പെട്ടിരുന്നത്. ഇതിലൊന്നിൽ നെൽസൺ മണ്ടേലയുടെ മുറിയും കാണാനാകും. ക്ഷയം ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം അടക്കം ചെയ്തിരുന്ന സെമിത്തേരി ദ്വീപിൽ ഒരു ഭാഗത്തുണ്ട്. തടവുകാരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന ക്വാറികളും ഇവിടെ കാണാം. ഇവിടെ സന്ദർശകർക്കായി ഗൈഡഡ് ടൂർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്പോട്ടിന്റെയും ചരിത്രമടക്കമുള്ള വിശദാംശങ്ങൾ ഗൈഡ് പങ്കുവയ്ക്കും. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ,
സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. മനോഹരമായൊരു കോസ്റ്റൽ ഡെസ്റ്റിനേഷനിലേക്കാണ് ഇനി നാം പോകുന്നത്. ക്യാംസ് ബേ ബീച്ച്. ടൂറിസ്റ്റുകളെ കൂടാതെ നഗരവാസികളും സമയം ചിലവിടാനെത്തുന്ന തീരം. നീന്താൻ അനുയോജ്യമാണെന്നതാണ് ബീച്ചിന്റെ ഒരു സവിശേഷത. ശാന്തവും ആഴം കുറഞ്ഞതുമായ കടലിൽ അപകടങ്ങളില്ലാതെ ജലകേളികളിൽ ഏർപ്പെടാനാകും. കൂടാതെ വെള്ളം മണൽ നിറഞ്ഞ തീരവും നീലക്കടലും കാഴ്ചയിലും ബീച്ചിനെ സുന്ദരമാക്കുന്നു. അവധി ദിനങ്ങളിൽ തദ്ദേശീയരായ ആളുകൾ നീന്താനും സൂര്യസ്നാനത്തിനും മറ്റുമായി ഇവിടെ എത്താറുണ്ട്. ബോൾഡേഴ്സ് എന്നറിയപ്പെടുന്ന കൂറ്റൻ പാറക്കെട്ടുകളാണ് തീരത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം. ഈ പാറക്കെട്ടുകളിലേക്ക് തല്ലി അലച്ചെത്തുന്ന തിരമാലകൾ ബീച്ചിലെ ഗംഭീരമായൊരു കാഴ്ചയാണ്. നിരവധി റിസോർട്ടുകൾ ക്യാംസ് ബേ ബീച്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും ഉൾപ്പെടുന്ന കോംപ്ലക്സുകളും സജ്ജമാണ്. പിന്നിലായി നീണ്ടുകിടക്കുന്ന മലനിര ക്യാംസ് ബേ ബീച്ചിന്റെ സവിശേഷതയാണ്. നിരനിരയായി ഉയർന്നു നിൽക്കുന്ന ഈ പർവ്വതനിര 12 അപ്പോസ്റ്റൽസ് എന്നറിയപ്പെടുന്നു. ടേബിൾ മൗണ്ടൻ ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ ഈ മലനിര സാഹസിക ട്രെക്കിങ്ങിന് ഏറെ അനുയോജ്യമാണ്. സമീപത്തുള്ള ലയൺസ് ഹെഡ് കൊടുമുടിയിലേക്കുള്ള ട്രെക്കിങ്ങും സഞ്ചാരികൾക്കിടയിൽ ഏറെ ജനപ്രിയമാണ്. ഇതിനായി പ്രാദേശിക ഗൈഡുകളുടെ സേവനം ലഭ്യമാണ്. കൊടുമുടിയിലെത്തുമ്പോൾ ചുറ്റുപാടുകളുമുള്ള അതിമനോഹരമായ 360 ഡിഗ്രി കാഴ്ച ആസ്വദിക്കാനാകും. ഇനി നമുക്ക് ടേബിൾ മൗണ്ടന്റെ കാഴ്ചകളിലേക്ക് പോകാം. കേപ്പ് ടൗൺ നഗരത്തിന്റെ പശ്ചാത്തലം തന്നെ ഈ മലയാണെന്ന് പറയാം. ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്ക് എന്ന സംരക്ഷിത പ്രദേശത്തിനുള്ളിലാണ് മലയുടെ സ്ഥാനം. സവിശേഷമായ ഭൂപ്രകൃതിയും ജൈവസമ്പത്തും ടേബിൾ മൗണ്ടൻ ദേശീയോദ്യാനത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. ടേബിൾ മൗണ്ടന്റെ താഴ്വാരത്തും കടലിനും മലയ്ക്കുമിടയിലുള്ള ഇടുങ്ങിയ സമതലത്തിലുമായിട്ടാണ് കേപ്പ് ടൗൺ നഗരത്തിന്റെ സ്ഥാനം. മലയുടെ പകുതിയോളം വാഹനത്തിലെത്താനാകും. തുടർന്നുള്ള ഉയരം കേബിൾ കാറിലാണ് സഞ്ചരിക്കേണ്ടത്. ചെങ്കുത്തായ പാറക്കെട്ടുകൾക്ക് അരികിലൂടെയുള്ള ഗൊണ്ടോളയിലെ യാത്ര ഒരു അത്യപൂർവമായ അനുഭവം തന്നെയാണ്. ഗൊണ്ടോള റൊട്ടേറ്റിംഗ് ടൈപ്പ് ആയതിനാൽ മുകളിൽ എത്തുമ്പോഴേക്കും ഒരു കറക്കം പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഈ പ്രദേശം ഒരു കാലത്ത് കടലിനടിയിലായിരുന്നുവെന്നതിന് സൂചന നൽകുന്ന അടയാളങ്ങൾ യാത്രക്കിടെ പാറക്കെട്ടുകളിൽ അടരുകളുടെ രൂപത്തിൽ കാണാം. കേബിൾ കാറിൽ ചെന്നിറങ്ങുന്നത് മലയുടെ ചരിവിനോട് ചേർന്നുള്ള സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് ടേബിൾ മൗണ്ടന്റെ പരന്ന മുകൾത്തട്ടിലേക്കുള്ള നടപ്പാത ആരംഭിക്കുന്നു. ബോൾഡേഴ്സ് എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന വലിയ ശിലാഖണ്ഡങ്ങൾ ഇവിടെ ധാരാളമായി കാണാം. കൗതുകമുണർത്തുന്ന രൂപമുള്ള വലിയ കല്ലുകൾക്കിടയിലൂടെ നടപ്പാതകൾ നിർമ്മിച്ചിരിക്കുന്നു. ഈ നടപ്പാതയിലൂടെ നടന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവനും കാണാൻ കഴിയും. വിശദമായി നിരീക്ഷിക്കാൻ ദൂരദർശിനിയോട് കൂടിയ വ്യൂ പോയിന്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. മലയിലെ ഗുഹകളിലേക്ക് നടത്തുന്ന സാഹസികമായ യാത്രയും ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ്. സായാഹ്നത്തിൽ ടേബിൾ മൗണ്ടൻ സന്ദർശിക്കുന്നതാണ് ഉത്തമം. സൂര്യാസ്തമയ സമയത്ത് ഈ പ്രദേശത്തിന് പ്രത്യേകമായൊരു സൗന്ദര്യം തന്നെ കൈവരും.
ടേബിൾ മൗണ്ടന്റെ മുകൾത്തട്ടിൽ നിന്നാൽ സമീപത്തുള്ള ലയൺസ് ഹെഡ് മൗണ്ടന്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാം. സിംഹത്തിന്റെ തലയെ അനുസ്മരിപ്പിക്കുന്ന ആകൃതിയുള്ളതിനാലാണ് ഈ കുന്നിന് ലയൺസ് ഹെഡ് എന്ന പേര് ലഭിച്ചത്. ഇനി കാണേണ്ടത് സീൽ ഐലൻഡ് ആണ്. കടൽനായ എന്ന് നാം വിളിക്കുന്ന സീലുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പാറക്കെട്ട്. സീലുകളുടെ ഒരു പ്രധാന ആവാസ കേന്ദ്രം കൂടിയാണ് കേപ്പ് ടൗൺ തീരം. ഡൈക്കാർ ഐലൻഡ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഏതാണ്ട് 1 ഏക്കറോളം വിസ്തൃതിയുള്ള പാറക്കെട്ടിൽ 100 കണക്കിന് സീലുകളെ കാണാൻ കഴിയും. തീരത്ത് നിന്നും 15 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്ത് വേണം ഇവിടെ എത്താൻ. ഹോട്ട് ബേ മറീനയിൽ നിന്നാണ് ബോട്ടുകൾ പുറപ്പെടുക. 500 മീറ്ററോളം ഉയരമുള്ള മുനമ്പിനെ ചുറ്റിയുള്ള യാത്ര വളരെ രസകരമാണ്. കേപ്പ് ടൗണിന്റെ ഭൂപ്രകൃതിയുടെ രൂപം ഈ കാഴ്ചകളിൽ നിന്നും മനസ്സിലാക്കാനാകും. കൂടാതെ മലനിരകൾ ഉയർന്നു നിൽക്കുന്ന തീരത്തിന്റെ പനോരമിക് ദൃശ്യങ്ങളും യാത്രയുടെ സവിശേഷതയാണ്. ബോട്ടുകൾ സീൽ ഐലൻഡിനോട് അടുക്കുമ്പോൾ തന്നെ സീലുകളെ കണ്ടു തുടങ്ങും. 6000-ഓളം സീലുകൾ ഈ പാറക്കെട്ടിൽ ഉണ്ടെന്നാണ് കണക്ക്. ബോട്ടിന്റെ ദിശ ക്രമീകരിച്ച് ഇരുവശത്തും ഇരിക്കുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ അടുത്ത് സീലുകളെ കാണാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. സീലുകളെ കൂടാതെ പലയിനം കടൽ പക്ഷികളെയും ഇവിടെ കാണാം. നിലവിൽ ഒരു സീബേഡ് സാങ്ച്വറിയായും സീൽ ഐലൻഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സീലുകൾക്ക് പുറമെ സീവീഡ് എന്നറിയപ്പെടുന്ന സമുദ്ര ആൽഗകളും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. ഇവയിൽ പല ഇനങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ഇനി നമുക്ക് സൈമൺസ് ടൗണിന്റെ കാഴ്ചകളിലേക്ക് പോകാം. 18-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ സ്ഥാപിച്ച പട്ടണമാണിത്. പിന്നീട് ബ്രിട്ടീഷുകാർ സൈമൺസ് ടൗണിനെ നാവിക ആസ്ഥാനമാക്കി മാറ്റി. ഇന്നും സൗത്ത് ആഫ്രിക്കൻ നേവി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പട്ടണത്തിലാണ്. അതുകൊണ്ട് തന്നെ പട്ടണത്തിന്റെ മിക്ക ഭാഗങ്ങളും നാവികസേനയുടെ നിയന്ത്രണത്തിലുമാണ്. എങ്കിലും ചില ടൂറിസ്റ്റ് സെന്ററുകൾ സൈമൺസ് ടൗണിലും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രൊമനേഡാണ് അതിലൊന്ന്. യോട്ടുകളും സെയിൽ ബോട്ടുകളുമെല്ലാം പാർക്ക് ചെയ്തിട്ടുള്ള മറീനയും കൂടിയാണിത്. കൂടാതെ സൗത്ത് ആഫ്രിക്കൻ നേവിയുടെ വലിയ യുദ്ധക്കപ്പലുകളും ഈ തീരത്ത് കാണാനാകും. റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും പ്രൊമനേഡിലെ ടൂറിസം സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറീനയുടെയും സുന്ദരമായ കടലിന്റെയും കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്ഷണശാലകളിൽ നിന്നും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാനാകും. സൈമൺസ് ടൗണിലെ മറ്റ് പ്രധാന ഡെസ്റ്റിനേഷൻസ് ബോൾഡേഴ്സ്, സീഫോർത്ത് എന്നീ ബീച്ചുകളാണ്. കുറ്റിക്കാടുകൾ നിറഞ്ഞ വനപ്രദേശത്തോട് ചേർന്നുള്ള ബീച്ചുകളാണിത്. തിങ്ങി നിറഞ്ഞ ചെടികൾക്കിടയിലൂടെ ബോർഡ് വാക്കുകൾ നിർമ്മിച്ച് കാഴ്ചകൾ കാണാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഈ ബീച്ചുകൾ ഒരു ആഫ്രിക്കൻ പെൻഗ്വിൻ കോളനി കൂടിയാണ്. അന്റാർട്ടിക്കയ്ക്ക് പുറത്ത് പെൻഗ്വിനുകൾ കാണപ്പെടുന്ന അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണിത്. സാമൂഹികമായ ഒട്ടേറെ സ്വഭാവ സവിശേഷതകളുള്ള ആഫ്രിക്കൻ പെൻഗ്വിനുകളെ അടുത്തു കണ്ട് നിരീക്ഷിക്കുന്നത് ഒരേ സമയം വിജ്ഞാനപ്രദവും ആസ്വാദ്യകരവുമായ അനുഭവമാണ്. അവസാനമായി നമുക്ക് ആഫ്രിക്കയുടെ തെക്കു പടിഞ്ഞാറേ അറ്റമായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കാണാൻ പോകാം. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും പ്രാധാന്യമുള്ള മുനമ്പാണിത്. ഇന്ത്യ അടക്കമുള്ള കിഴക്കൻ മേഖലകളിലേക്ക് യാത്ര ചെയ്തിരുന്ന യൂറോപ്യന്മാർക്ക് മുന്നിൽ ഈ പ്രദേശം വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു.
കൊടുങ്കാറ്റുകളുടെ സാന്നിധ്യം കാരണം കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മുനമ്പ് കടക്കുന്നതോടെ കാലാവസ്ഥ മികച്ചതാവുമായിരുന്നതിനാൽ പിന്നീട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നൊരു പേര് മുനമ്പിന് ലഭിച്ചു. ഇന്ന് കേപ്പ് ടൗണിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണിവിടം. കേപ്പ് ടൗൺ നഗരത്തിൽ നിന്നും ചാപ്മാൻസ് പീക്ക് ഡ്രൈവ് എന്ന സീനിക് റൂട്ടിലൂടെയും മറ്റു വഴികളിലൂടെയും ഇവിടെ എത്താം. ചാപ്മാൻസ് പീക്ക് ഡ്രൈവ് തന്നെയാണ് ഇതിൽ മുഖ്യ ആകർഷണം. കടലിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന മലഞ്ചെരിവിലൂടെ നിർമ്മിച്ചിട്ടുള്ള വീതി കുറഞ്ഞ പാതയാണിത്. വീതി കുറവായതിനാൽ വലിയ വാഹനങ്ങൾ ഒരു വശത്തേക്ക് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ കാറുകൾക്ക് ഇരുവശത്തേക്കും പോകാനാവും. കുറ്റിച്ചെടികൾ നിറഞ്ഞ വനസമാനമായ പരിസരവും വമ്പൻ പാറക്കെട്ടുകളും നീലനിറത്തിൽ തിളങ്ങുന്ന കടലുമെല്ലാം ഇവിടെ കാഴ്ചകളുടെ വസന്തം തീർക്കുന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടലിലേക്ക് ഇറങ്ങി സ്ഥിതി ചെയ്യുന്ന പെനിൻസുലയുടെ അറ്റമാണ്. തെക്കു പടിഞ്ഞാറെ അഗ്രമാണെന്ന് സൂചിപ്പിക്കുന്ന സൂചനാ ഫലകത്തിന്റെ അരികിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ്. ഇവിടുത്തെ മറ്റൊരു ഡെസ്റ്റിനേഷനാണ് കേപ്പ് പോയിന്റ് എന്ന ഒബ്സർവേഷൻ ഡെക്ക്. മലമുകളിൽ ചുറ്റുവട്ട കാഴ്ച സാധ്യമാകുന്ന സ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ള വ്യൂ പോയിന്റ് ആണിത്. ഒരു കാലത്ത് ഇവിടെ നാവികർക്ക് വഴികാട്ടിയായി ഒരു ലൈറ്റ് ഹൗസും പ്രവർത്തിച്ചിരുന്നു. കടലിന്റെയും അതിരിട്ട് നിൽക്കുന്ന മലകളുടെയും ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നുള്ള ആകർഷണം. മലയുടെ ചരിവിലൂടെ നിർമ്മിച്ചിട്ടുള്ള നടപ്പാതകളിലൂടെ നടക്കുന്നതും കേപ്പ് പോയിന്റിലെ രസകരമായ അനുഭവമാകുന്നു. ചരിത്രവും സംസ്കാരവും പ്രകൃതി സൗന്ദര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന നഗരമായ കേപ്പ് ടൗണിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. അറ്റ്ലാന്റിക് സമുദ്രതീരവും ലോകപ്രശസ്തമായ ടേബിൾ മൗണ്ടനും വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ സംസ്കാരവും ഈ നഗരത്തെ വ്യത്യസ്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇന്ന് ഈ ആഫ്രിക്കൻ നഗരം.